ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, സമ്പത്ത് തരുന്നവൻ അല്ലാഹുവാണ്, സർവ്വതും തരുന്നവൻ അല്ലാഹുവാണ്. എനിക്കെളിയത് എനിക്കല്ലാതെ വേറെ ആർക്കും കിട്ടൂല. പഠിക്കണേ സഹോദരാ. എന്തിനാ വാശിയും വൈരാഗ്യവും ശത്രുതയും? എന്തിനാ സഹോദരാ? സ്വന്തം കൂടപ്പറപ്പിനെ നശിപ്പിക്കാൻ സിഹിർ ചെയ്യുന്നവരുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ നിസ്സാരമായി ചെയ്യുന്ന ഒരു കാര്യം കാരണം തകർന്നു പോകുന്നതൊരു കുടുംബമാ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാ, ഒരു കുടുംബത്തിന്റെ സ്വപ്നമാ. 101 രൂപയും ഒരു മുട്ടയും മതി പെങ്ങളെ. നീ അത് ചെയ്തിട്ട് നടക്കും. പക്ഷേ അതിലൂടെ അവർക്കുണ്ടാകുന്ന നാശം എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നിനക്കെഴുതിയത് നിനക്കേ കിട്ടൂ. അല്ലാഹു എനിക്കെഴുതിയത് എനിക്കേ കിട്ടൂ. എനിക്കുള്ളത് നിനക്ക് കിട്ടൂല, നിനക്കുള്ളത് എനിക്കും കിട്ടൂല. ഈ ചിന്തയാ വേണ്ടേ. അല്ലാഹു എനിക്ക് തന്നത് എനിക്ക്, നിനക്ക് തന്നത് നിനക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹു ഓരോരുത്തർക്കും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാള് ആടും മേച്ചു പോവാ. ആടും മേച്ചു പോകുന്ന സമയത്ത് ഒരു ചെന്നായ വന്നിട്ട് ഒരാടിനെ പിടിച്ചു. ഒരു ചെന്നായ വന്നിട്ട് ആടിനെ പിടിച്ചു. ആ ആടുകളുടെ ഇടയിൽ നിന്ന് ഒരു ആടിനെ പിടിച്ചിട്ട് ചെന്നായ ഓടുക. ഈ ചങ്ങാതിയാണെങ്കിൽ ബാക്കിയുള്ള ആടിനെ മുഴുവനും വിട്ടിട്ട് ആ ചെന്നായിയുടെ പുറകിൽ ഓടുകയാ. കമ്പും കാലും എടുത്ത് കല്ലെറിയുന്നുണ്ട്, കമ്പെറിയുന്നുണ്ട്. ചെന്നായി നിൽക്കണില്ല, ഓടുന്നുണ്ട്. ഈ ചങ്ങാതി പുറകിൽ ഓടുകയാ. എത്രയൊക്കെ നോക്കിയിട്ടും സ്പീഡിൽ ഓടിയിട്ടും ഈ മനുഷ്യൻ ആ ചെന്നായിയെ വിടുന്നില്ല. അവസാനം ചെന്നായിക്ക് മനസ്സിലായി ഇവൻ എന്നെ വിടൂല. ചെന്നായി എന്ത് ചെയ്തു? ഓടിപ്പോകുന്ന ചെന്നായി പിടിച്ചിരുന്ന ആടിനെ താഴെയിട്ടു. എന്നിട്ട് തിരിച്ചു നിന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു അത്രേ, എനിക്ക് എന്റെ റബ്ബ് തന്ന റിസ്ക് തട്ടിപ്പറിക്കാനാ നീ വരുന്നേ. എത്ര ഓടിയാലും നിനക്ക് കിട്ടൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.